ഇത് എവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്? നമ്മുടെ ക്യാമറ വെക്കുന്ന ആ സൈഡല്ലേ, ആ പറമ്പിലല്ലേ ഷൂട്ട് ചെയ്യേണ്ടത്? എന്റെ ക്യാമറമാനെ തനിക്ക് ഇതുവരെ ഒന്നും മനസ്സിലായില്ലേ? ഇവിടെ നമ്മുടെ നായകൻ വില്ലനെ ഇടിച്ചിട്ട് വില്ലന്റെ പെടലി പിടിച്ച് തിരിച്ചൊടിച്ചിട്ട് അവന്റെ മൂക്ക് നോക്കുമ്പോൾ ഒറ്റ ഇടി ഇടിക്കുമ്പോൾ മൂക്കിൽ കൂടെ ബ്ലഡ് വരും. ആ മാസ സീൻ നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പശു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നായകൻ നേരെ സ്ലോ മോഷൻ അങ്ങോട്ട് നേരെ അങ്ങോട്ട് ചെന്നിട്ട് പശുവിന്റെ അടുത്തിരുന്നിട്ട് പശുവിന്റെ പാല് കറന്നിട്ട് കുറെ കുടിക്കും, കുറെ മുഖത്തോട്ട് ചീറ്റിക്കും. ആ മാസ സീൻ എടുക്കാൻ നേരം അതിന്റെ ഉടമസ്ഥ പശുവിനെ അഴിച്ചുകൊണ്ടെങ്കിൽ പോയി. അയ്യോ, അതിന് ഇത്ര ബുദ്ധിമുട്ടണോ? നമുക്ക് വേറെ പശുവിനെ ഒപ്പിച്ചാ പോരെ? എന്റെ പൊന്നേടാവേ, ഇത് തന്നെ ഇപ്പൊ പശു ഉള്ളിടത്തോ നമ്മൾ ഷൂട്ട് ചെയ്യായിരുന്നു. പിന്നെയാണ് വേറെ പശുവിനെ മേടിക്കാൻ പോണേ. അപ്പൊ ഒരു കാര്യം ചെയ്യും, നമുക്ക് ആനിമേഷൻ വിട്ടാലോ? ഇത് ഇവിടുത്തെ ക്യാമറമാനാണോ? ആനിമേഷൻ ചെയ്ത കാശുണ്ടെങ്കിൽ 100 പശുവിനെ മേടിക്കാം. എനിക്കതില്ല. ജോത്സ്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ജോൺസൺ എന്നാ പറഞ്ഞു? ജോൺസൺ അല്ല, ജോത്സ്യം പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞ? 8-ാം തീയതി ട്രീസർ, 18-ാം തീയതി ട്രെയിലർ, 28-ാം തീയതി റിലീസ്. അപ്പൊ 8, 18, 28. അതെ. ഓ, ഇത് 8 നല്ല പൊട്ടും. കൂട്ടിയാലും ഒരു പൊട്ടലുള്ളത്. എനിക്കതില്ലെന്നേ. ആ നായകൻ ജന്മം ചെയ്ത ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവന്റെ പേഴ്സണൽ മേക്കപ്പ് മാനാണ് ഫോൺ എടുക്കുന്നത്. അവനെ എടുക്കത്തുള്ളൂ. കാരണം ഈ നായകന് കൂടെ ജോലി ചെയ്ത ആ പേഴ്സണൽ മേക്കപ്പ് മാനുണ്ടല്ലോ, അവന് ഇവര് ശമ്പളം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അയാളുടെ ഐഫോൺ എടുത്തിട്ട് വീട്ടിൽ പോയിരിക്കാം. ഞാനും വിളിച്ചതാ, വന്നില്ല. കുറ്റം പറഞ്ഞ കാര്യമില്ല. ഈ പറഞ്ഞ ജോലി ചെയ്താ കാശ് കൊടുക്കണം. ഞാൻ ശരിക്കും പറഞ്ഞ ക്യാമറമാൻ അല്ല. അത് തന്റെ ഓരോ ഷോട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ആ നല്ലൊരു ക്യാമറാമാൻ അല്ലെന്ന്. അതിനുള്ള മറുപടി ഞാൻ പിന്നെ തരാം. ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ ഇതിനു മുമ്പ് തമിഴ്നാട്ടിലും കർണാടകത്തിലും 1-ാം തരം സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു. അപ്പൊ എനിക്ക് പണത കാശ് കിട്ടാത്തതുകൊണ്ട് എന്ത് ചെയ്തു? രായ്ക്കരായമാണ് അവിടുത്തെ ക്യാമറ അടിച്ചൊരു ഓടിക്കളഞ്ഞ. അങ്ങനെ ക്യാമറമാനായതാണ്. പൈസ കിട്ടിയില്ലെന്നും പറഞ്ഞ് ഈ പണത്തിന്റെ പ്രിന്റ് ഒന്നും എടുത്തോണ്ട് ഓടിയേക്കല്ലേ ക്യാമറമാനെ. എന്റെ മനസ്സിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജല്ലിക്കെട്ട് മോഡൽ ഒരു പടമാണ് എന്റെ മനസ്സിൽ കിടക്കുന്നത്. മനസ്സിലിപ്പ് കൊള്ളാം, പക്ഷെ താൻ എടുത്തു വെച്ച മുഴുവൻ വള്ളിക്കെട്ടാണ്. എവിടെ തന്നെ ഇടിച്ചോടോ ഇത്? പശുവിനെ കിട്ടിയോ? അതേ കരച്ചില്, അതേ കരച്ചില്, പശുവിന്റെ അതേ കരച്ചില്. എവിടെ? നമ്മുടെ ക്ലൈമാക്സ് സീനിക്കുന്നു. അകിടിന്റെ ഒരു ക്ലോസ് അങ്ങ് എടുക്കാം, അകിടിന്റെ ക്ലോസ്. എന്നിട്ട് നമുക്ക് ബാക്കിലേക്ക് കിടക്കാം. ഓക്കെ, അഴിച്ചെടുത്ത പറമ്പി കൊണ്ടുപോകണം. എന്നാലേ ബാക്കിൽ എടുക്കാൻ പറ്റുള്ളൂ. ഇതെന്നെ പരിപാടി? ഇത് വെച്ച് ക്യാമറ കൈ വെച്ച് എന്റെ തല വെച്ച് തള്ള പിടിക്കത്തള്ള ക്യാമറ കൈ വെച്ചിരിക്കുന്നത്. ഇതിലും ഭേദം വല്ല കട്ടാപ്പാരെടുത്ത് കക്കാൻ പോകുന്നതാ. എന്നാന്നറിയോ സഹോദരി, അതായത് നമ്മുടെ പറമ്പിലൂടെ ഷൂട്ടിംഗ് നടക്കുമായിരുന്നല്ലോ. ആ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരു സീൻ എടുക്കാൻ പശു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് സീൻ എടുക്കുന്നതിന് മുമ്പായിട്ട് സഹോദരി പശുവിനെ അഴിച്ചോണ്ടങ്ങ് പോയി. പശുവിന്റെ ഒറ്റ ഷോട്ട്, നടക്കത്തില്ല. എന്റെ പശുവിനെ അഭിനയിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അഭിനയിപ്പിച്ചാണല്ലോ വന്നതാണല്ലോ, വരണം ഒരൊറ്റ ഷോട്ട്. ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ പശു ഇത്രയും ദിവസം അഭിനയിച്ചതിന് നിങ്ങൾ എന്ത് കൊടുത്തു? സഹോദരി എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രതിഫലം നിങ്ങൾ നായകനൊക്കെ കോടി കൊടുക്കത്തില്ല. എന്റെ പശുവിന് നിങ്ങൾ എന്ത് കൊടുക്കും? കുറച്ച് കാടി കൊടുക്കും. കാടി എനിക്ക് കൊടുക്കാൻ അറിയാം. എന്റെ പശുവിന് ഇത്രയും ദിവസം അഭിനയിച്ചതിന്റെ പൈസ തരാതെ എന്റെ പശുവിനെ ഇനി നിങ്ങളുടെ സിനിമയിൽ ഞാൻ അഭിനയിപ്പിക്കത്തില്ല. ഒരു ഷോട്ട് എടുത്താൽ മതി സഹോദരി. നടക്കത്തില്ല. പ്രത്യേകിച്ച് ഇയാളുള്ളിടത്ത് എന്റെ പശുവിനെ ഞാൻ വിട്ടുതരത്തില്ല. എന്നാ പ്രശ്നം? ഞാൻ ആ ലൊക്കേഷനിൽ ഒന്ന് ഷൂട്ട് കാണാൻ വന്നതിന് ഇയാൾ എന്നെ ഓടിച്ചു വിട്ടു. ഈ മോശയുടെ സ്വഭാവം ഇയാൾ എവിടെ ചെന്നാലും രക്ഷപ്പെടത്തില്ല. എന്തിനാ ആ സഹോദരി ഷൂട്ട് കാണാൻ വന്ന് ഓടിച്ചു വിട്ടത്? എന്ത് സാറേ പറയുന്നത് കേക്ക്? ഞാൻ ഓടിച്ചു വിട്ടതല്ല. പിന്നെ ഞാൻ സീൻ എടുക്കുമ്പോ അവര് ഫീൽഡിൽ വന്നു. എന്താ സഹോദരി മനസ്സിലായോ? അതായത് ഷോട്ട് എടുക്കുന്ന സമയത്ത് സഹോദരി ഫീൽഡിൽ വന്നാ ഞങ്ങൾ പറഞ്ഞു. അത് പറ. എന്നെ പോലുള്ള ആളുകൾ ഫീൽഡിൽ വന്നാ ഇവിടെ ഇപ്പൊ ഉള്ള പ്രമുഖ നടികളെല്ലാം ഔട്ടാവും. അതുകൊണ്ട് ഞാൻ ഫീൽഡിൽ വരുന്നതിനുള്ള കണ്ണുകൾ. നടികൾ മാത്രമല്ല, മലയാള സിനിമ തന്നെ ഔട്ടായി പോയി. ഞാൻ വല്ല പറഞ്ഞാലുണ്ടല്ലോ, ജസ്റ്റ് ഒരു ഷോട്ടാ തരത്തില്ല. ചാണകം കിടപ്പുണ്ട്. ഇത് തന്നെ വീട്. അതെ, മേലപ്പറമ്പിൽ ഉച്ചഭാഷണി. അയ്യോ, ഉച്ചഭാഷണിയല്ല സാറേ, സുഭാഷിണി. സുഭാഷിണി നാട്ടുകാർ പറഞ്ഞത് ഉച്ചഭാഷണിയാന്ന്, ഭയങ്കര ഒച്ചയാന്നാ പറഞ്ഞത്. അതെ, ഞാൻ ബാങ്കിൽ നിന്ന് പറഞ്ഞ ലോണിന്റെ കാര്യം പറയാനുണ്ട്. എന്റെ സാറേ, എനിക്കിനി ലോണ് വേണ്ട. കുടുംബശ്രീന്ന് മൈക്രോന്നൊക്കെ അടച്ചടച്ച് ഒരുവിധം ഒതുക്കിക്കൊണ്ട് വന്നിരിക്കുക. ഇനി എനിക്ക് ലോൺ എടുത്താൽ പറ്റില്ല. എനിക്ക് ലോൺ വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ലോണിന്റെ കാര്യം പറഞ്ഞു. ഇടി പെണ്ണുമ്പിള്ളേ, അങ്ങോട്ട് ലോൺ തരാൻ വന്നതല്ല, ഇങ്ങോട്ട് ലോണിന്റെ പൈസ അടയ്ക്കാനുണ്ട്, അത് മേടിക്കാനായിട്ട് വന്നത് ഞാൻ.
എപ്പോഴാണ് 2020 നിങ്ങളൊരു ലോൺ എടുത്താണോ ഒരു പശുവിന്റെ ലോണ്? എടുത്ത് കാണുമായിരിക്കും. എടുത്ത് കാണുമായിരിക്കുന്നോ? ഞാൻ അതിനെ ജപ്തി ചെയ്യാനായിട്ട് വന്നതാണ്. ആ പശുവിനെ ഞാൻ ജപ്തി ചെയ്തുകൊണ്ട് പോകും. അയ്യോ എന്റെ പൊന്നു സാറേ, കൊണ്ടുപോലെ ആ പശുവിന്റെ ലോൺ എടുത്തു കഴിഞ്ഞപ്പോഴല്ലായിരുന്നു കൊറോണ, അതുകൊണ്ട് അടവ് നടന്നില്ല. ആ അടവൊന്നും എന്റെ അടുത്ത് നടക്കില്ല, നടക്കത്തില്ല. ഞാൻ പശുവിനെ കൊണ്ടുപോകും, ജപ്തി ചെയ്യും, അത് ഉറപ്പ്. സാറേ പ്ലീസ് ഒറ്റ ഷോട്ട് എടുക്കണം സാറേ, പശുവിന് ഒറ്റ ഷോട്ട്. പശുവിന്റെ ഷോട്ട് എടുക്കാൻ നീ ആരാ, കാളയോ? അല്ല ഈ ബസിന്റെ ഒരു അകിടിന്റെ ഒരു ക്ലോസും ഒരു വലിക്ക് പിടിച്ച അതൊന്നും ഇവിടെ നടക്കുകയല്ല. ഞാൻ പശുവിനെ കൊണ്ടുപോകുന്നു പറഞ്ഞാൽ കൊണ്ടുപോകും. സാറ് കൊണ്ടുപോരുത്, ഈ പശുവിനെ കൊണ്ടാ ജീവിക്കുന്നത്. അല്ലെ തന്നെ ആ പശുവിനെ അങ്ങോട്ട് കൊടുക്കുന്ന അല്ലാതെ ഇങ്ങോട്ടൊന്നും ഇല്ല. ഇങ്ങോട്ടൊന്നും ഇല്ലേ? അപ്പൊ ചാണകമൊക്കെ തന്നെ ആവിയായിട്ട് പോവാണോ? അല്ല, ചാണകവും ഗോമൂത്രവും ഒക്കെ കിട്ടുന്നുണ്ട്, പാലില്ല. ആ പഴ 10-12 ലിറ്റർ പാല് കിട്ടിയ 20 ലിറ്റർ വെള്ളം ചേർത്താ എന്നെ ആകാനാ? വെള്ളം ചേർക്കാനോ? അപ്പൊ ഈ നാട്ടുകാർ മുഴുവൻ വെള്ളം കുടിപ്പിക്കുവായിരുന്നല്ലേ നിന്റെ പരിപാടി? നിനക്ക് ഒന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. 1 ലിറ്റർ പാല് വെച്ച് നമ്മുടെ ബാങ്കിൽ കൊണ്ട തന്നായിരുന്നെങ്കിൽ പലിശീനത്തിൽ ഇച്ചിരിയെങ്കിലും കുറയല്ലായിരുന്നു. അയ്യോ, സാറിന് പാല് കുടിക്കാഞ്ഞിട്ട് ഇവിടെ ബാക്കിയുള്ളവന്റെ അടുപ്പ് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ്. അത് ശരി. അപ്പൊ ഓൺലൈൻ വഴി ഫുഡ് വരുത്തുവാണല്ലേ പരിപാടി? എന്റെ സാറേ, ഓൺലൈൻ വഴി വരുത്തുമല്ല, പട്ടിണിയാന്നാ പറഞ്ഞത്. പട്ടിണിയോ? ഇതൊന്നും എനിക്കറിയണ്ട. എന്നാലും വേണ്ടിയല്ല, ഞാൻ ഇത് ജപ്തി ചെയ്തിരിക്കും. ഞാൻ നിന്നെ കൊണ്ടുപോകും. എന്റെ പശുവിനെ കൊണ്ടാ ഞാൻ ജീവിക്കുന്നത്, കൊണ്ടുപോകരുത്. ഇതൊന്നും എന്നോട് പറയണ്ട. നേരത്തെ നിങ്ങളെ പലിച്ച് കെടുക്ക്. എന്റെ പൊന്നു സുഹൃത്തെ കേക്കണോ? ഞാൻ പറയാൻ പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ, ഈ പുള്ളിക്കാരത്തി ഇത്തിരി പൈസയെങ്കിലും കെടുക്കളായിട്ടുണ്ട് നമ്മുടെ ബാങ്കിൽ അടിച്ചായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. സാറേ ഒരു മിനിറ്റ്. അപ്പൊ പശു ലോൺ അത് വെച്ചോണ്ടാ കിടന്ന് അഹങ്കരിച്ചത്. ഒറ്റ ഷോട്ടാ. ഒരു ഷോട്ടും ഇല്ല. ഇവിടെ ഒന്നും സിനിമ ഷൂട്ട് എടുക്കാനും പറ്റത്തില്ല. ഞാൻ കൊണ്ടുപോയി കാണിച്ചു. എന്റെ പശുവിനെ എങ്ങാനും കൊണ്ടുപോയ ഇവിടെ പച്ചക്ക് നിന്ന് കത്തും. ഞങ്ങള് സമാധാനം പറഞ്ഞു ഒഴിക്കരുത്. സുഭാഷിണി ആത്മഹത്യ ഇതിനൊരു പരിഹാരമല്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും കൊണ്ട് പൈസ അടച്ച് പശുവിനെ തിരിച്ചെടുക്കണം. ആത്മഹത്യ ചെയ്യാൻ പോകുന്നു? മണ്ണെണ്ണ കന്നാസ്. ആ എന്റെ പശുവിനെ കൊണ്ടുപോയ ഈ മണ്ണെണ്ണ തന്റെ തലവഴി ഒഴിച്ച് തന്നെ ഞാനിവിടെ പച്ചക്ക് ഞെട്ടിപ്പോയതാ. സുഭാഷിണി, ഞാൻ പറഞ്ഞ എന്നാന്ന് നിനക്ക് മനസ്സിലായോ? എന്നാണെങ്കിലും എന്റെ പശുവിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇത് കാണു സുഭാഷിണി, എന്തോരോ പൈസ നീ അടയ്ക്കാൻ കിടക്കണേന്ന്. ഒരു ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ പ്ലീസ്. ക്യാമറാമാൻ ഒന്നിങ്ങ് വരൂ. മണിക്കൂർ 2 ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് എടുക്കാനുള്ള സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലനെ ഇടിച്ച് താഴ്ത്തിട്ടിട്ട് ഞാൻ വന്ന് പശുവിന്റെ അകിടിൽ നിന്ന് പാല് കറക്കുന്നു, പാലെന്റെ മുഖത്ത് തെളിയിക്കുന്നു. അതല്ലേ അതിനല്ലേ? എന്തുകൊണ്ട് അത് എടുക്കുന്നില്ല? പശു ഇല്ല സാർ, പശുവിനെ കിട്ടിയില്ല. ചെറിയ വിഷയമാണ്. ജപ്തി നോട്ടീസ് ഒക്കെ വന്നിരിക്കും, വിഷയങ്ങൾ നടന്നോണ്ടിരിക്കുക. നിങ്ങൾ ചോദിച്ചിട്ട് പശുവിനെ തരുന്നില്ല. ഒന്ന് ചോദിച്ചാലേ. സൂപ്പർ സ്റ്റാറായ ഞാൻ ചോദിച്ചാൽ പശുവിനെ കിട്ടും. വെയിറ്റ്. ഓക്കെ, 25,000 പലിശ ഇച്ചിരി പ്രേം. 25,000 ഇച്ചിരി കുറയ്ക്ക് സാറേ. എക്സ്ക്യൂസ് മീ. പ്രേം ചോപ്ര കേട്ടാർന്നു. എന്നാ പറഞ്ഞു? ചോദിച്ചോ? ചോദിച്ചില്ല. തൽക്കാലം ഒരു 5,000 രൂപ ഞാൻ എങ്ങനെയെങ്കിലും എക്സ്ക്യൂസ് മീ. പ്രേം ചോപ്ര അല്ലേ? അയ്യോ, എങ്ങനെ മനസ്സിലായി? 3 പ്രാവശ്യം എന്റെ തോളത്ത് തട്ടിയായിരുന്നു. ഏതാടാ? എനിക്കറിയാമല്ലോ, മറ്റേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഞങ്ങളുടെ സിനിമയിലെ നായകനാണ്. അറിയത്തില്ലെന്നോ? ഇല്ല. എന്റെ സാറൊക്കെ ഒരു കലാസ്നേഹി പോലും അല്ലേ? ഇദ്ദേഹം ഞങ്ങളുടെ കഴിഞ്ഞ പടത്തിലെ നായകനാണ്. മകരക്കൊയ്ത്ത് എന്ന് പറഞ്ഞ സിനിമയിലെ നായകനാണ് ഇദ്ദേഹം. മകരക്കൊയ്ത്തിലെ സംവിധായകനാണ്. ഞാനാണ് ക്യാമറമാൻ. മകരക്കൊയ്ത്ത് കാണാൻ ഞാൻ തിയേറ്ററിൽ ചെന്നു. പക്ഷെ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അമ്മാതിരി തിരക്കായിരിക്കുമായിരുന്നല്ലേ? തിരക്കല്ലായിരുന്നു. പിന്നെ മിനിമം 10 പേരില്ലാതെ സിനിമ ഓടിക്കലെന്ന് തിയേറ്ററുകാർ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ചമ്മയല്ലേ? കുഴപ്പമില്ല. ഒരു ഷോട്ടും എടുക്കാൻ പറ്റിയാലേ. അതെ, ഞാൻ പശുവിനെ കൊണ്ടുപോവാണ്. ദൈവത്തെ ഓർത്ത് എന്നെ പിടിക്കരുത്. കാശ് കിട്ടിയിട്ട് ഞാൻ പലിശ അടച്ചോളാം. ഇവരുടെ ഇതൊന്നും ഓടുന്ന സിനിമയല്ല സാറേ. പശുവിനെ ബാങ്കിൽ കൊണ്ടുപോകാലേ, ബാങ്കിന്റെ ഫ്രണ്ടിൽ വരണോ ബാക്ക് വരണോ? ഞങ്ങൾ പശുവിന്റെ ഒറ്റ ഷോട്ട് എടുക്കാൻ. ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ ബാങ്കിന്റെ ഫ്രണ്ടിൽ വരണോ ബാക്ക് വരണോ? ഒരൊറ്റ ഷോട്ട് എടുക്കാൻ. ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ട് കാര്യമില്ല. ക്യാഷ് കൗണ്ടറിലേക്ക് വരണം. ഞാനും പശുവും അവിടെ ഇരിപ്പുണ്ടാവും.
വലിച്ച കോമഡി വെച്ചാ പശു വലിച്ചോണ്ട് ആ പോക്കളാം. ചീഞ്ഞ കോമഡി പശുവിനെ പോലും ഇഷ്ടപ്പെട്ടില്ല, അതാ വിളിച്ചോണ്ട് പോയത്. എടോ ഡയറക്ടർ, ഈ സീൻ നമുക്ക് ഷൂട്ട് ചെയ്യണ്ടേ, പടം റിലീസ് ചെയ്യണ്ടേ? എങ്ങനെ ഞാൻ ഷൂട്ട് എടുക്കും? ഞാനൊരു ഐഡിയ പറയാം. ഡയറക്ടർ, നമുക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ വില്ലനെ ഞാൻ അടിച്ചിടുന്നു, തിരിയുന്നു, പശുവിനെ കറക്കുന്നു, പാലെന്റെ മുഖത്ത് തെളിക്കുന്നു. ഈ സമയത്തുള്ള ഒരു ക്ലോസ് അല്ലാതെ വേണ്ടത്. അതിനൊരു ഐഡിയ എന്റെ കയ്യിലുണ്ട്. എന്ത് ഐഡിയ പറഞ്ഞാലും പശുവിന്റെ അകിടില്ലാതെ ക്ലോസ് എടുക്കാൻ പറ്റുമോ? എടോ, ഈ പാല് തെറിക്കുന്ന ആ ഒരു ക്ലോസ് താൻ കടയിൽ ചെന്നൊരു പാക്കറ്റ് പാല് മേടിക്കുക, അത് കുത്തിപ്പൊട്ടിച്ചിട്ട് എന്റെ മുഖത്തേക്ക് തളിക്കുക. അതിന്റെ ഒരു ക്ലോസ് പോലെ. അകിടിന് വരേണ്ട പാല് കവറിന് വന്നാ പറ്റുമോ? അത് പറ്റത്തില്ലത്. അകിട് വേണം. അകിട് വേണം. ഐഡിയ ഉണ്ട്, ഐഡിയ ഉണ്ട്. അകിടിന് എന്നാ ഐഡിയ? ഞാൻ എന്തോരം ചിത്രങ്ങളിൽ ഇതുപോലെ ഐഡിയ പറഞ്ഞു കൊടുത്ത് പടം ഹിറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഗ്ലൗസ് കണ്ടോ? ഇതങ്ങോട്ട് എടുത്തിട്ട് നമ്മള് പിടിച്ചേ. അകിട് ഓക്കെയാണോ? ക്യാമറ വെച്ച്. എന്റെ കൈ വരരുത്. പിന്നെ ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. സാറെ പൊക്കിക്ക്. കുറച്ച് പൊങ്ങട്ടെ, കുറച്ചുകൂടെ പൊങ്ങട്ടെ. അങ്ങ് ഹൈറ്റ് പോട്ടെ, അങ്ങനെ നിൽക്കട്ടെ. സാറേ ഇത് ഒട്ടകത്തിന്റെ അകിടല്ല, പശുവിന്റെയാ. എന്നാ താത്തു താഴട്ടെ. വീണ്ടും കുറച്ചുകൂടെ തകർന്നോട്ടെ. ഇത് മുയലിന്റെ അഴുകല്ല, പശുവിന്റെയാ. അങ്ങനെ പിടി, അവിടെ പിടിയാ. ഇതിപ്പോ ഞാൻ കറക്കുന്ന സീനല്ലേ? അതെ. ഓക്കെ അല്ലേ? റെഡി പറഞ്ഞോ? ആക്ഷൻ പറഞ്ഞോ? ഓക്കെ. അകടം പൊളിച്ച് കളഞ്ഞ ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കറിയാൻ വയ്യ. അവിടെ സാറ് വരുന്നു, ജെത്തി സാറ്. അയ്യോ, സാറേ ആ പശു എന്തിയാ? പശുവിന്റെ ഒരു ഒറ്റ ഷോട്ട് എടുത്തിട്ട് പശു എന്തിയാ? ഒരേ ഒരു ഷോട്ട് പ്ലീസ്. പശുവിന്റെ ഷോട്ട്. എടാ പശു എന്നെ കയറെ വലിച്ചോണ്ട് ഓടി. ഞാൻ വീഴൂന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് വിട്ട്. പശു കമ്പ കടന്നു. അയ്യോ, കൂടി കൂടിയ പെണ്ണും പിള്ള എന്തിയേ? പെണ്ണുമ്പിള്ള എന്റെ പുറകെ ചങ്ങനാശ്ശേരി വേട്ടടി അമ്പലം വരെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങോട്ട് പോയെന്ന് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും പശു ഇല്ലാണ്ട് സീൻ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നാ പിന്നെ ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞാലോ? നേരത്തെ പൊളിഞ്ഞ ഐഡിയ പോലെ ആകുമോ? അല്ല, നമുക്ക് പടം തീർക്കണ്ടേ? 28-ാം തീയതി റിലീസ് ആവണ്ടേ? പെട്ടെന്ന് ഷൂട്ട് ചെയ്യാം. ഈ പശുവിന്റെ സ്ഥാനത്ത് ഞാൻ പശുവിനെ പോലെ നിന്നിട്ട് നമുക്ക് കൊണ്ട് ഷൂട്ട് ചെയ്താലോ? അങ്ങനെയാകുമ്പോ ഈ പടത്തിന് എനിക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നണില്ല. അതല്ലേലും അങ്ങനെ എന്റെ ഏത് പടം റിലീസ് ആയാലും തിരക്കോട് തിരക്കായിരിക്കും. അതല്ലെന്ന്, മിനിമം 10 പേരെങ്കിലും ഇല്ലാതെ തിയേറ്ററിൽ പടം ഓടിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പൊ എന്റെ ഈ പടം ഇതും 8 നില ദേണ്ട പൊട്ടുന്നേ. dum 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 dum